നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശന്റെ അതേ പകർപ്പാ. മേടേ കോലോത്തെ രാമവർമ്മയെ ഒരു 24 വയസ്സിൽ കണ്ടാൽ ദാ ഇവൻ തന്നെ ആയിരിക്കും. അത് ശരിയാ, അച്ഛന്റെ ഛായ തന്നെ ഇവന്. അവിടെ തന്നെ എന്തിനാ നിൽക്കുന്നേ? വാ. ഇതാണ് നിങ്ങളുടെ ഒരേ ഒരു മുത്തശ്ശി, വസുവിന്റെ അമ്മ. കല്യാണത്തിന് വരാൻ പറ്റിയില്ല, വടക്കേണ്ടിൽ ഒരു തീർത്ഥാടനത്തിലായിരുന്നു. അനുഗ്രഹം വാങ്ങിച്ചോളൂ, ചെല്ലേ. ശ്യാമ, അതെ, ശ്യാമവർണം, 7 അഴകിന്റെ നിറം. നിനക്ക് യാദവനായ കൃഷ്ണന്റെ നിറമാണ്. പുരാണങ്ങളിൽ ഈ നിറമുള്ള എത്ര പേരുണ്ടെന്നറിയോ? അതൊക്കെ പഠിക്കണ്ടേ? ദ്രൗപദിക്കും അർജുനനും ഇതേ നിറമായിരുന്നു. ദ്രൗപദിയുടെ പേര് കൃഷ്ണ എന്നായിരുന്നു. ആ, നിനക്കെന്തായിരുന്നു പെണ്ണ് കെട്ടാൻ ഇത്ര ധൃതി? നീ എന്താ മൂത്ത് നരച്ച് മൂക്ക് പല്ലുവെന്നായിരുന്നോ? കെട്ടിയെ അടങ്ങൊന്ന് വയ്ക്കാൻ. എന്നാ കെട്ടാൻ നിശ്ചയിച്ചോള് വന്നില്ലെന്ന് കരുതി അണ്ണി കണ്ടവളെയൊക്കെ കെട്ടി വീട്ടിൽ കൊണ്ടുവരികയാണോടാ ചെയ്യേണ്ടത്? അന്തസ്സും ആഭിജാത്യമുള്ള തറവാട്ടിലെ കുട്ടികൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതൊക്കെയാണോ പവിത്രമായ സാമൂഹ്യ ആചാരം? അമ്മേ, സംഭവിച്ച അങ്ങനെയൊന്നുമല്ല. ആനന്ദവർമ്മ ഒന്നും പറയണ്ട. ഞാനിവന്റെ മുത്തശ്ശിയാ. എനിക്കിവനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോവുള്ളൂ. നീ എന്താടാ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാത്തത്? നാവറങ്ങിപ്പോയോ? അമ്മ ചോദിച്ചതിന് മറുപടി പറയാക്കി. അതോ ഈ നാട്ടിൽ കൊള്ളാവുന്ന പെണ്ണുങ്ങളൊന്നും ഇല്ലായിരുന്നിട്ടാണോ? നിന്നെപ്പോലെ കുടുംബ മഹിമയും വിദ്യാഭ്യാസവും ഉള്ള ഒരു പയ്യനെ കിട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് കുലീനകളായ പെൺകുട്ടികൾ ഈ നാട്ടിലെ തറവാടുകളിൽ കാത്തിരിപ്പുണ്ട്. അപ്പോഴാ ഇങ്ങനൊക്കെ. അമ്മേ, അവർ യാത്ര കഴിഞ്ഞ് വന്നവരല്ലേ, പോയൊന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. എന്താ എനിക്കൊന്നും പറയാൻ പാടില്ലെന്നുണ്ടോ? അങ്ങനെയൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ശരി, പോയിട്ട് വാ. നിക്ക്, ഇങ്ങോട്ട് വാ. ഞാൻ ഇങ്ങനെയൊക്കെയാ, അഭിപ്രായം തുറന്നങ്ങ് പറയും, അത്രേ ഉള്ളൂ. വെക്കോ. നമുക്ക് ഈ വീടും പറമ്പും വിൽക്കാം. അങ്ങനെ അരുന്ധതിയുടെ കടം വീട്ടാം. എന്താ പറഞ്ഞേ? ഞാൻ ഇവിടെ പറഞ്ഞതാ. ആഹാ, ഇവിടെ പറഞ്ഞത് എന്താന്നാ ഞാൻ ചോദിച്ചേ. അരവിന്ദേട്ടൻ പറയില്ല ഈ വീടും പറമ്പും വിൽക്കാന്ന്, അല്ലേ? അല്ല, വിറ്റിട്ട് എങ്ങോട്ടാ പോകുന്നേ? ബസ് സ്റ്റാൻഡിലേക്കോ റെയിൽവേ സ്റ്റേഷനിലേക്കോ അതോ കണ്ട കടത്തിണ്ണയിലേക്കോ? നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കൂടി ചന്ദ്രനിലേക്ക് കെട്ടും കിടക്കെ എടുത്തോണ്ടങ്ങ് പോവാം. അവിടെ ആവുമ്പോ കിടക്കേം വേണ്ട, ഇരിക്കേം വേണ്ട, നിക്കേം വേണ്ട, പൊങ്ങി പൊങ്ങി അങ്ങ് നടക്കാലോ. ചോദിച്ചത് കേട്ടില്ലേ? ഈ വീട് വിറ്റിട്ട് എന്താ ചെയ്യാൻ പോണേന്ന്? ഒരു വീട് വാടകയ്ക്ക് എടുക്കും തൽക്കാലം, എന്നിട്ട് എല്ലാരും കൂടി അങ്ങോട്ട് മാറും. വാടക വീട്ടിലേക്ക് എന്നെ കിട്ടൂല, ഞാൻ വരില്ല. ഞാനീ നല്ല ഒന്നാന്തരം തറവാട്ടില് ജനിച്ചതാ. നിന്റെ തറവാട്ട് മഹിമയെന്ന് ഇവിടെ വിളമ്പണ്ട. എന്താ വിളമ്പിയാല്? എന്നെ എന്റെ വീട്ടുകാരെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചതേ ഈ വീട്ടിലേക്കാ, അല്ലാതെ കണ്ട കടത്തിണ്ണയിലേക്കൊന്നും അല്ല. എന്റെ ജയന്തി ഒന്ന് സമാധാനപ്പെടെ. വീട് വിറ്റൊന്നുമില്ലല്ലോ, വിൽക്കുന്നു പറഞ്ഞല്ലേ ഉള്ളൂ. വിൽക്കരുതെന്നേ ഞാനും പറഞ്ഞോളൂ. ഇനി വിൽക്കാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ഇത് മേടിക്കാൻ വരുന്നവരെ ഞാനങ്ങ് മുടക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട, വീട് വിൽക്കാൻ നടക്കുന്നു.
മുത്തശ്ശി. ഐശ്വര്യ, ശ്യാമ എവിടെ? ഹാ, അവൾ ഏതു നേരവും കൃഷ്ണനോട് സംസാരിച്ചോണ്ടല്ലേ നടക്കുന്നത്. മനുഷ്യരോട് സംസാരിക്കാൻ അവക്ക് സമയമില്ലല്ലോ. ആ കുട്ടി ഒരു ഈശ്വര ഭക്തയാ മുത്തശ്ശി. ഓ, ദൈവഭക്തിയുള്ളത് മോശമാണോ മുത്തശ്ശി? ദൈവഭക്തി ഉള്ളവർ നല്ലവരാണ്. നന്മയും സ്നേഹമുള്ളവരുവാ, മനുഷ്യപ്പറ്റുള്ളവരാ. ശ്യാമ വലിയ കാര്യപ്രാപ്തിയൊന്നും ഇല്ലാത്ത പെണ്ണാമേ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവന്നല്ലാതെ ഒരു കാര്യമില്ല. എന്ത് കാര്യപ്രാപ്തി? അമ്പലത്തിലെ കുറച്ച് ഉണക്ക പായസം ഉണ്ടാക്കാൻ അറിയാം. അപ്പോ അടുക്കളപ്പണിയൊന്നും അവള് ചെയ്യില്ലേ? ചെയ്യും, പക്ഷേ ഇറച്ചിയോ മീനോ അവളോ അവളെ വീട്ടുകാരോ കഴിക്കില്ല. അതുണ്ടാക്കാനും അറിയില്ല. വെജിറ്റേറിയൻ ഫുഡൊക്കെ ഉണ്ടാക്കും മുത്തശ്ശി, അതൊക്കെ നന്നായിട്ടറിയാം. അപ്പോ നോണൊന്നും ഉണ്ടാക്കില്ലേ? ഏയ് ഇല്ല, അവൾക്കേ അത് അറപ്പാ. ആ, അറപ്പും വെറുപ്പും ഒക്കെ ഞാൻ മാറ്റിത്തരാം. ഇപ്പൊ മാറ്റിത്തരാം. ശ്യാമേ, ശ്യാമേ, മുത്തശ്ശി എരിവ് കയറ്റിയാ മതി. കലി കയറി മുത്തശ്ശി അവളെ ഇവിടുന്ന് പറത്തിക്കോളും. ഐശ്വര്യ, നീ എന്തിനാ വസുന്ധരയുടെ ചെവി കടിച്ച് പറിക്കുന്നേ? അയ്യോ, ഞാനതേ മുത്തശ്ശിയുടെ ഈ കമാൻഡിംഗ് പവറിനെ പറ്റി പറയായിരുന്നു. ആ, വേണ്ട വേണ്ട, കൊല്ലക്കുടിയിൽ സൂചി വിൽപ്പന വേണ്ട. ഈ വക വേലകളൊന്നും ഇങ്ങോട്ടേക്കില്ല. മുത്തശ്ശി എന്നെ വിളിച്ചത്? എന്താ, എനിക്ക് നിന്നെ വിളിക്കാൻ പാടില്ലേ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിലൊന്നും അല്ല. ആ, അതേതർത്ഥത്തിലായാലും ഞാൻ വിളിച്ചത് എനിക്ക് നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കണം. നിനക്ക് അടുക്കളപ്പണിയൊക്കെ നന്നായിട്ട് അറിയാന്ന് ഇവര് പറഞ്ഞു. നിന്റെ കൈപ്പുണ്യം എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് അറിയട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.